നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഒ പനീർശെൽവം എന്ന തമിഴ്നാട്ടിലെ അതികായനായ AIADMKയുടെ നേതാവ്, ജയലളിതയുടെ വിശ്വസ്തൻ. ജയലളിത എപ്പോഴൊക്കെ ജയിലിലേക്ക് പോകും എന്ന സൂചനയുണ്ടോ അപ്പോഴൊക്കെ എല്ലാ രീതിയിലും ഭരണചക്രം വിശ്വസ്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു വിശ്വസ്തൻ ഇപ്പോഴിതാ DMK ചേരിയിൽ ചേർന്നിരിക്കുന്നു. വലിയ നേട്ടമാണ് സ്റ്റാലിനും കൂട്ടർക്കും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നു. പ്രതിസന്ധി എന്നാൽ രാഷ്ട്രീയപരമായി സ്റ്റാലിൻ തകർന്നടിഞ്ഞു എന്നൊന്നുമല്ല. സ്റ്റാലിന് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കുമോ എന്ന ആശങ്ക പലപ്പോഴായി ഉണ്ടായിരുന്നു. എന്നാൽ പനീർശെൽവം കൂടി എത്തുമ്പോൾ അത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. പനീറിനോടൊപ്പം നിൽക്കുന്ന അനുയായികൾ കൂട്ടത്തോടെ എത്തുമ്പോൾ വോട്ട് ഷെയറിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാകും. കൃത്യമായി പറഞ്ഞാൽ തമിഴക വെട്രിക്കഴകത്തിൽ വലിയ പ്രശ്നങ്ങളാണ്. സിനിമാ നടൻ വിജയുടെ ഭാര്യ ഡിവോഴ്സ് കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതായുള്ള വാർത്തകൾ ഏറെ അലോസരപ്പെടുത്തുകയാണ് എന്ന് TVKയുടെ സംസ്ഥാന ഘടക കമ്മിറ്റിയിലെ അംഗങ്ങൾ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അത് തമിഴ്നാട്ടിലെ പ്രശസ്ത നടിയുമായുള്ള വഴിവിട്ട ബന്ധമാണതിന് കാരണം എന്ന രീതിയിലൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിൽ അത് ഒരു രാഷ്ട്രീയ ചർച്ചയായി ഒന്നും മാറില്ല എന്ന് വിജയ് അനുകൂലികൾ എടുത്തെടുത്ത് പറയുന്നു. എന്തൊക്കെ തന്നെ ആയിരുന്നാലും TVKയ്ക്ക് തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് സംഭവ വികാസം തന്നെയായിരിക്കും. എടപ്പാടി പളനിസ്വാമിക്ക് ഇനി അധിക നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒന്നെങ്കിൽ BJPയിലേക്ക് ചേരും, അല്ലെങ്കിൽ BJP മൂടോടെ പിഴുതെറിയും. BJP സഖ്യകക്ഷികളെ എങ്ങനെയാണ് വേരോടെ അറുത്തെറിയുന്നത് എന്നുള്ളത് മഹാരാഷ്ട്രയിലും പഞ്ചാബിലുമൊക്കെയുള്ള സഖ്യകക്ഷികളുടെ ദുരനുഭവം ഒന്നിനു പിറകെ ഒന്നായി എടുത്ത് വായിച്ചാൽ മതിയാവും. മഹാരാഷ്ട്രയിൽ എങ്ങനെയാണ് അവിടെ ശിവസേനയെ പിളർത്തിയതെന്നതും എങ്ങനെയാണ് പഞ്ചാബിൽ ശിരോമണി അകാലിദളിനെ വെറും മണ്ട ശിരോമണിയാക്കിയതെന്നും ജനങ്ങൾക്ക് മനസ്സിലാകും. അത്തരത്തിൽ എല്ലാ സഖ്യകക്ഷികളെയും വെറും മണ്ടന്മാരാക്കാൻ BJP നേതാക്കൾക്ക് പ്രത്യേക കഴിവുണ്ട്. കുരുട്ടുബുദ്ധി ആവോളം പറഞ്ഞു കൊടുക്കാൻ ടോപ്പിലെ നേതാക്കൾക്ക് ഒരു മടിയുമില്ല. അമിത്ഷായുടെ പ്രത്യേകത അങ്ങനെയൊക്കെയാണ്. അങ്ങനെയാണ് അധികാര കസേരയിൽ തുടർന്നും ഇരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ എല്ലാ തരത്തിലും തമിഴക രാഷ്ട്രീയം DMK കോൺഗ്രസ് സഖ്യത്തിന് അനുകൂലമാകുന്ന സാഹചര്യം വീണ്ടും ഉദിച്ചു വന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി അധിക നാൾ വേരോട്ടം ഉണ്ടാകില്ല എന്നതും വ്യക്തമാണ്. ഇനി ആകെയുള്ളത് കോൺഗ്രസിൻ്റെയും DMKയുടെയും സഖ്യം ചേർന്നുള്ള സുവർണ കാലഘട്ടം തന്നെയായിരിക്കും. എത്ര സീറ്റുകളായിരിക്കും ഇരുവരും പങ്കിട്ടെടുക്കുക എന്നുള്ളത് മാത്രമാണ് ചർച്ചാ വിഷയമായി മാറുന്നത്.